ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നാരായണീയത്തിലെ 49-ാം ദശകത്തിലെ 6 മുതൽ 10 വരെ പദ്യം നമുക്കിന്ന് പഠിക്കാം. പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം. ശ്രീകൃഷ്ണനും ഗോപന്മാരും ഗോപികമാരും എല്ലാവരും കൂടി വൃന്ദാവനത്തിൽ എത്തിയ കഥയാണ് ഈ 49-ാം ദശകത്തിൽ വർണ്ണിക്കുന്നത്. വൃന്ദാവന പ്രവേശം ആയിരുന്നു ആദ്യത്തെ 5 പദ്യത്തിൽ വർണ്ണിച്ചത്. ആ വൃന്ദാവനത്തിൻ്റെ സൗന്ദര്യം ആണ് ഈ അടുത്ത 5 പദ്യത്തിൽ വർണ്ണിക്കുന്നത്. പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം. നവാക നിർവ്യൂഢ നിവാസഭേദേഷു അശേഷഗോപേഷു സുഖാസിതേഷു വനശ്രിയം ഗോപകിശോരപാളീ വിമിശ്രിത പര്യകലോകഥാസ്ത്വം. നവാക നിർവ്യൂഢ നിവാസഭേദേഷു അശേഷഗോപേഷു സുഖാസിതേഷു വനശ്രിയം ഗോപകിശോരപാളീ വിമിശ്രിത പര്യക് അലോകഥാഹ ത്വം. ഇത്രയാണ് വാക്കുകൾ. നവാക നിർവ്യൂഢ നിവാസഭേദേഷു, പുതിയതായി നിർമ്മിച്ച നിവാസഭേദം, നിവാസം വീട്, വാസസ്ഥാനം, ഭേദം പലതരത്തിലുള്ളത്, ഭേദം നിവാസഭേദേഷു പലതരത്തിലുള്ള വാസസ്ഥാനങ്ങളിൽ, വാസസ്ഥലങ്ങളിൽ, വീടുകളിൽ, അശേഷഗോപേഷു എല്ലാ ഗോപന്മാരിലും എന്ന് പറഞ്ഞാൽ ഗോപന്മാരും, സുഖാസിതേഷു സുഖമായിട്ട്, ആസിത എന്ന് പറഞ്ഞാൽ നിവാസിത എന്നർത്ഥം, വസിച്ചവരിൽ എന്ന് പറഞ്ഞാൽ വസിച്ചപ്പോൾ, ഗോപേഷു നിവാസിതേഷു ഗോപന്മാർ സുഖമായി നിവസിച്ചപ്പോൾ. അത് സതിസപ്തമി പ്രയോഗമെന്ന് പ്രത്യേക പ്രയോഗമുണ്ടല്ലോ. രാമനിൽ പോയവനിൽ എന്നുള്ള രീതിയിൽ രാമേ ഗതേ എന്ന് പറഞ്ഞാൽ രാമൻ പോയപ്പോൾ എന്നാണ്. അതിനാണ് വിഷയസപ്തമി അഥവാ സതിസപ്തമി പ്രയോഗം എന്ന് പറയുന്നത്. ആ സമയത്ത് ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു എന്നാണ് പറയാൻ വരുന്നത്. വനശ്രിയം, ശ്രീ എന്ന് പറഞ്ഞാൽ ഭംഗി, ലക്ഷ്മി, ശോഭ, വനശോഭയെ ദ്വിതീയാണ്. ഗോപകിശോര പാളീ വിമിശ്രിത, ഗോപന്മാരുടെ കുട്ടികൾ, കിശോരന്മാർ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്നർത്ഥം. പാളി എന്ന് പറഞ്ഞാൽ സമൂഹം. കിശോര പാളീ വിമിശ്രിത എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തോട് ചേർന്നവൻ ആയിട്ട്. പര്യക്ക് എന്ന് പറഞ്ഞാൽ ചുറ്റും എന്നർത്ഥം, ചുറ്റും. അലോകഥാഹ എന്ന് പറഞ്ഞാൽ കണ്ടു, നടന്നു, കണ്ടു എന്നർത്ഥം. ഐഥഥാഹ എന്ന ലങ് ആത്മനീപദം, അതിൻ്റെ മധ്യമപുരുഷൻ ആണ് അലോകഥാഹ എന്നുള്ള ക്രിയ. ത്വം, നീ എന്ന് പറഞ്ഞാൽ ഭർത്തതിരി ഗുരുവായൂരപ്പനോട് പറയുന്നതാണ്. അടുത്ത പദ്യം നോക്കാം. അരാള മാർഗാഗത നിർമ്മലാപം മരാളകൂജാകൃത നിർമ്മലാപം നിരന്തര സ്മേര സരോജവക്ത്രം കളിന്ദകന്യാം സമലോകയസ്ത്വം. അരാളം എന്ന് പറഞ്ഞാൽ വളഞ്ഞത് എന്നർത്ഥം. മാർഗം, വളഞ്ഞ മാർഗത്തോടുകൂടി ആഗത, ആഗത വരുന്ന നിർമ്മലാപം, നിർമ്മലമായ വെള്ളത്തോട് കൂടിയ, വളഞ്ഞൊഴുകുന്നു. ആ ഭാഗത്ത് കാളിന്തി നദിയുടെ കാര്യമാണ് പറയുന്നത്. കാളിന്തി നദി ആ ഭാഗത്ത് വളഞ്ഞ് ഒഴുകുകയാണ്. അതാണ് അരാള മാർഗാഗത നിർമ്മലാപം, നിർമ്മലമായ വെള്ളത്തോടു കൂടിയ. പിന്നീട് മരാള കൂജാകൃത നിർമ്മലാപം. മലയാളം എന്ന് പറഞ്ഞാൽ അരയന്നം, അരയന്നങ്ങളുടെ കൂജം, അതിൻ്റെ ശബ്ദം, അത് കൂകുന്നു എന്ന് പറയാം. അതിൻ്റെ കൂജാകൃതം, കൂജയാൽ ചെയ്യപ്പെട്ട നിർമ്മലാപം, മനോഹരമായ സംഭാഷണം, അരയന്നങ്ങൾ സംഭാഷണം നടത്തുന്നു, അതിനോടുകൂടിയതാണ് ആ കാളിന്തി. അതുപോലെ നിരന്തര സ്മേര സരോജവക്ത്രാം. സ്മേരം എന്ന് പറഞ്ഞാൽ പുഞ്ചിരിയോട്, എന്നും പുഞ്ചിരിയോടുകൂടി നിൽക്കുന്ന സരോജം, താമര ആകുന്ന വക്ത്രം, താമരയാകുന്ന മുഖത്തോടു കൂടിയത് എന്നർത്ഥം. ആ താമരപ്പൂവിനെ മുഖമായിട്ട്, പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയ, മുഖമാകുന്ന താമരയോട് കൂടിയ എന്നർത്ഥം. അങ്ങനെയുള്ള കളിന്ദകന്യാം, കാളിന്തി, കളിന്ദൻ്റെ പുത്രി എന്നർത്ഥത്തിലാണ് കളിന്ദകന്യാം. കാളിന്തിക്ക്, കളിന്ദൻ മഹർഷിയുടെ പുത്രി ആണ് കാളിന്തി. ആ കന്യയെ സമലോകയ,
സമലോകയ എന്ന് പറഞ്ഞാൽ കണ്ടു. ത്വം നീ കണ്ടു എന്നർത്ഥം. അടുത്ത പദ്യം നോക്കാം. മയൂര കേകാശത ലോഭനീയം മയൂഖമാലാശബളം മണീനാം വിരിഞ്ച ലോകസ്പൃശം ഉച്ചശൃംഗൈർഗിരിഞ്ച ഗോവർദ്ധനം ഐക്ഷഥാസ്ത്വം. കാളിന്തിയെ കണ്ടു കഴിഞ്ഞാൽ ഇനിയും ഗോവർദ്ധനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അതും ഇതുപോലെ മയൂര കേകാശതലോഭനീയം മയൂഖമാലാശബളം മണീനാം വിരിഞ്ചലോകസ്പൃശം ഉച്ചശൃംഗൈ ഗിരിം ച ഗോവർദ്ധനം ഐക്ഷഥാ ത്വം. ഇങ്ങനെയാണ് വാക്കുകൾ. മയൂരം എന്ന് പറഞ്ഞാൽ മയിൽ, കേകാരവം മയിലിൻ്റെ ശബ്ദത്തിൻ്റെ പേരാണ് കേകാരവം എന്ന് പറയും. മയിലിൻ്റെ ശബ്ദം, കൂജനം അല്ലെങ്കിൽ കൂകുന്നത്, അതിൻ്റെ ശബ്ദത്തിനാണ് കേക എന്ന് പറയുന്നത്. മയിലിൻ്റെ കേകാരവത്തെ ശതം എന്ന് പറഞ്ഞാൽ അനേകം ആ ശബ്ദം എന്നർത്ഥം. അതുകൊണ്ട് ലോഭനീയം, എല്ലാവരെയും പ്രലോഭിപ്പിക്കുന്നത് അത്ര ഗോവർദ്ധന പർവ്വതത്തിൻ്റെ വിശേഷണമാണ് പറയുന്നത്. മണീനാം മയൂഖമാലാശബളം. മണി എന്ന് പറഞ്ഞാൽ രത്നം, പലതരത്തിലുള്ള രത്നങ്ങളുടെ മയൂഖം എന്ന് പറഞ്ഞാൽ അതിൻ്റെ രശ്മികൾ, കിരണങ്ങൾ, അതിൻ്റെ മയൂഖമാല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്ടം. അതുകൊണ്ട് ശബളം. ശബളം എന്ന് പറഞ്ഞാൽ വിചിത്രവർണ്ണത്തോടുകൂടി മനോഹരമായിരിക്കുന്നതിനെയാണ് ശബളം എന്ന് പറയുന്നത്. അതുപോലെ ഉച്ചശൃംഗൈഹി, വലിയ ശൃംഗം എന്ന് പറഞ്ഞാൽ കൊടുമുടികൾ, ശൃംഗങ്ങളാൽ വിരിഞ്ചലോകസ്പൃശം. ആ വിരിഞ്ചൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ബ്രഹ്മലോകത്തെ സ്പർശിക്കുന്നത്. ഭൂമിക്ക് മുകളിൽ അനേകം ലോകങ്ങളിലെ ഒരു ലോകം ബ്രഹ്മാവിൻ്റെ ലോകമാണല്ലോ. ആ ബ്രഹ്മലോകത്തെ സ്പൃശം എന്ന് പറഞ്ഞാൽ സ്പർശിക്കുന്ന ഗോവർദ്ധനം. ഗോവർദ്ധനം ഗിരിം ച എന്നെടുക്കണം. ഗോവർദ്ധനം എന്ന ഗിരി എന്ന് പറഞ്ഞാൽ പർവ്വതം, ഗോവർദ്ധനം എന്ന പർവ്വതത്തെയും ച ഉണ്ട്, പർവ്വതത്തെയും ഐക്ഷഥാഹ ത്വം നീ ഐക്ഷഥാഹ എന്ന് പറഞ്ഞാൽ കണ്ടു. അതും ലങ് ആത്മനിപദം മധ്യമപുരുഷ ഏകവചനമാണ് നീ. അടുത്ത പദ്യം നോക്കാം. സമം തതോ ഗോപകുമാരകൈസ്ത്വം സമം തതോ എത്ര വനാന്തമാഗാഃ തതസ്തതസ്താം കുടിലാമപശ്യ കളിന്ദജാം രാഘവതീമിവൈകം. വീണ്ടും ആ കാളിന്തിയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സമം തതഹ എന്ന് പറഞ്ഞാൽ, തതോ എന്ന് പറഞ്ഞാൽ തതഹ എന്നെടുക്കണം, അവ്യയമാണ്. അനന്തരം സമം എന്ന് പറഞ്ഞാൽ കൂടി, ഗോപകുമാരൈകൈഹി സമം, ഗോപകുമാരന്മാരോട് കൂടി. അത് തൃതീയ ബഹുവചനം. സമം വരുമ്പോൾ തൃതീയ വേണം പ്രയോഗം. ത്വം നീയം. സമന്തത എന്ന് പറഞ്ഞാൽ അത് വേറൊരു അവ്യയപദമാണ്. ചുറ്റും നാലുപാടും എന്നർത്ഥം. എത്ര യാതൊരിടത്ത് ആണോ വനാന്തം ആഗാഹ, വനത്തിൻ്റെ ഉള്ളിലേക്ക് ആഗാഹ എന്ന് പറഞ്ഞാൽ നടന്നു, ചുറ്റി നടന്നു. അത് നീ എന്നുള്ളതിൻ്റെ മധ്യമപുരുഷ ഏകവചനം തന്നെയാണത്. തതസ്തത, ഇവിടെ എത്ര യാതൊരിടത്ത് എന്ന് പറയുന്ന അതിൻ്റെ ബാക്കി അവിടെ തതസ്തത, അവിടെ അവിടെ, തതഹ തതഹ, അവിടെ അവിടെ, അനന്തരം അനന്തരം എന്നുള്ളതാണ്. ഇവിടെ അവിടെ നിന്നെടുക്കാം. തതഹ തതഹ അവിടെയല്ല. താം കളിന്തജാം, അവളെ കളിന്തജയെ. താം എന്ന് പറഞ്ഞാൽ സാ എന്നുള്ളതിൻ്റെ ദ്വിതീയ ഏകവചനമാണ്. അവളെ കളിന്തപുത്രി എന്ന് പറഞ്ഞാൽ കാളിന്തിയെ, അതും ദ്വിതീയ വ്യക്തിയാണല്ലോ. കുടിലാം, അത് കുടില എന്ന് പറഞ്ഞാൽ വളഞ്ഞ് ഒഴുകുന്നവൾ എന്നുള്ളതാണ് ഇവിടെ അർത്ഥം. വളഞ്ഞ സ്വഭാവമുള്ളത് ആണല്ലോ ഈ നദി. കുടിലാം കളിന്തജാം അപശ്യ കണ്ടു എന്നാണ്. അപശ്യ എന്ന് പറഞ്ഞാൽ അപശ്യത്ത്, അഭവത് ലങ്ങ പരസ്മയപദമാണ്, അതിൻ്റെ മധ്യപുരുഷനാണ് അപശ്യ കളിന്തജാം. എന്നിട്ട് ഒരു വിശേഷണം പറയുന്നുണ്ട് ആ കാളിന്തിക്ക്. ഏകാം രാഘവതിയും ഇവ, ഒരു വിളെ ഏകാം അതിൻ്റെ ദ്വിതീയാണ്. രാഘവതിയും, രാഘവതി എന്ന് പറഞ്ഞാൽ അനുരാഗവതിയായ ഒരു കന്യകയെ. അത് ഇനിയും ഭാവിയിൽ ആ കാളിന്തി തീരത്തുള്ള ആ രാസനൃത്തത്തിൻ്റെയൊക്കെ ഒരു സൂചന ഇവിടെ പറയുന്നതാണ്. രാഘവതിയും ഇവ, ഒരു രാഘവതിയെ എന്നതുപോലെ ആ കാളിന്തിയെ കണ്ടു. തഥാവിധേസ്മിൻ വിപിനേ പശവ്യേ സമുത്സുകോ വത്സഗണപ്രചാരേ ചരൻ സരാമോധ കുമാരകൈസ്ത്വം സമീരഗേഹാധിപ പാഹിരോഗാത്.
തഥാവിധേ അസ്മിൻ വിപിനെ പശവ്യേ സമുത്സുകഃ വത്സഗണപ്രചാരേ ചരൻ സരാമഃ അഥ കുമാരകൈഃ ത്വം സമീരഗേഹാധിപ പാഹി രോഗാത്. ഇങ്ങനെയാണ് പദങ്ങൾ. തഥാവിധേ എന്ന് പറഞ്ഞാൽ ആ വിധത്തിലുള്ളതിൽ, ആ അപ്രകാരമുള്ളതിൽ, അസ്മിൻ വിപിനെ, അസ്മിൻ എന്ന് പറഞ്ഞാൽ ഇതിൽ, വിപിനെ വിപിനത്തിൽ, ആ കാട്ടിൽ, ആ കാടുള്ള എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് അപ്രകാരമുള്ള ആ സ്ഥലത്ത്, ആ വിപിന പ്രദേശത്ത് എന്നർത്ഥം. പശവ്യേ എന്ന് പറഞ്ഞാൽ പശുവിന് അവിടെ ജീവിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് പശവ്യം. പശവ്യേ, പശവ്യത്തിൽ വിപിനെ, പശവ്യമായ പശുവിന് എല്ലാ പുല്ലും വെള്ളവും എല്ലാം ഉള്ള അതാണ് പശവ്യം. അങ്ങനെയുള്ള വിപിനത്തിൽ സമുത്സുകഃ പറഞ്ഞാൽ ഉത്സാഹത്തോടുകൂടി ഇടപെട്ടവൻ. എന്തിലാണ്? വത്സഗണപ്രചാരേ സമുത്സുകഃ. വത്സം എന്ന് പറഞ്ഞാൽ പശുക്കുട്ടികൾ, ഗണം അതിൻ്റെ കൂട്ടം, പശുക്കുട്ടികളുടെ കൂട്ടത്തെ പ്രചാരേ, അതിൻ്റെ മേയിക്കുക, അതിനെ നടത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാരണം, അതിനെ മേയിച്ചുകൊണ്ട് ആ കാട്ടിൻ്റെ പരിസരത്തൊക്കെ പോവുക. എല്ലാ കുട്ടികളുടെയും കുട്ടികളുടെ എല്ലാം ജോലി അതാണ്, പശുക്കുട്ടികളെ കൊണ്ടുപോവുക. ഗോപന്മാരാകുമ്പോഴത്തേക്ക് വലിയ പശുക്കളെയും കൊണ്ടും പോകും. ചരൻ, അങ്ങനെ അതിൽ സമുത്സുകനായിട്ട് ഉത്സാഹത്തോടു കൂടിയവനായിട്ട്, ചരൻ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നവനായ നീ, ത്വം സരാമഹ എന്നൊരു വാക്കുണ്ട്, രാമനോട് കൂടിയവൻ. പിന്നെ അഥ എന്ന് പറഞ്ഞാൽ അനന്തരം, ഒരവ്യയമാണ്. അനന്തരം രാമനോട് കൂടിയവനായിട്ട് സഞ്ചരിക്കുന്നവനായിട്ട്, രാമൻ മാത്രമല്ല കുമാരകന്മാരോട് കൂടിയവൻ, സമം എന്നെടുക്കണം, കുമാരകന്മാരോട് കൂടിയവൻ. തൃതീയയ്ക്ക് അതിനോട് കൂടിയവൻ എന്നർത്ഥമുണ്ട്. ത്വം, കുമാരകന്മാരോട് കൂടി ചരൻ ത്വം, സഞ്ചരിക്കുന്നവനായ നീ. അല്ലയോ സമീരഗേഹാധിപ, വായൂര് അപ്പ, സമീരൻ വായു, ഗേഹം ഊര്, അധിപൻ അപ്പൻ എന്നുള്ള അർത്ഥത്തിലെ ഗുരുവായൂരപ്പ, പാഹി രക്ഷിച്ചാലും, നീ രക്ഷിച്ചാലും, രോഗാത് പാഹി, രോഗത്തിൽ നിന്നും രക്ഷിച്ചാലും, പിന്നെ എൻ്റെ ഈ വാതരോഗത്തിൽ നിന്നും രക്ഷിച്ചാലും എന്ന് വിട്ടതിൽ പറയുകയാണ്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം.